വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും കടി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ പിന്നെ ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു കുറച്ച്. ചെറുപ്പത്തിൽ അമ്മ ഗോതമ്പ് പൊടിയും അതുപോലെ ഉള്ളിയൊക്കെ മുറിച്ചിട്ടിട്ട് ഒരു അപ്പം ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും ഇങ്ങോട്ട് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. മധുരമുള്ളത് ഉണ്ടാക്കാനൊരു പൂതി. അപ്പോൾ ശർക്കര ഇട്ടുണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, ഒരു പാത്രം അങ്ങോട്ടെടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു കപ്പോളം തേങ്ങ ചിരകിയതും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് 1.5 അച്ച് ശർക്കര നല്ല പോലെ ഒന്ന് പൊടിച്ചിട്ടാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതിനുശേഷം എന്തോ ഒരു സാധനം വിതരണം കണ്ടില്ലേ, അത് ഉപ്പാണ് കേട്ടോ, ഒരു പിഞ്ച് ഉപ്പാണ്. എന്നിട്ട് കുറേശ്ശെ ആയിട്ട് തന്നെ വെള്ളമൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യട്ടോ, ഇല്ലെങ്കിൽ പണി കിട്ടും, ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോവും. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് തന്നെ വെള്ളം ഒഴിക്കുക. പിന്നെ ഞാൻ മാവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ചുടുന്നതുകൊണ്ടാണ് കേട്ടോ ഈ മാവിൽ വെളിച്ചെണ്ണ ഒഴിച്ചത്. ഇനി സാധാരണ നമ്മൾ ദോശക്കല്ലിലാണ് ചുടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശക്കല്ലിൽ നേരിട്ട് ആ എണ്ണ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ചെറിയ ദോശകൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് ചുട്ടപ്പോൾ ബാക്കി സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ഒന്നും കൂടെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ പാനിൽ 3 ദോശ വീതം ചുടാൻ തുടങ്ങി. അതുകൊണ്ട് പെട്ടെന്നായില്ലേ, ദോശയുടെ എണ്ണവും കൂടി. ഇനിയൊന്നും നോക്കണ്ട, നല്ല കട്ടൻ ചായ ഉണ്ടാക്കി ഇതങ്ങോട്ട് കഴിക്കുക.